നിങ്ങൾ കേൾക്കുന്നത് ജനറൽ ചാത്തൻസും മറ്റ് നോവല്ലകളും. നോവല്ല രചന VKN. ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട്. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021. എ DC ബുക്സ് പ്രൊഡക്ഷൻ. മഞ്ചൽ ഭാഗം 1. കല്ലിൽ കൊത്തിയെടുത്ത മുറുക്കാൻ ചെല്ലം മാതിരിയാണ് കോട്ട. ഹൈദരാലിയുടെ കൃതിയാണ്. 1-ാം പതിപ്പ്. 2-ാം പതിപ്പ് ഉണ്ടായിട്ടില്ല. കഥ തുടങ്ങുമ്പോൾ ഒരു നൂറ്റാണ്ട് പിൻവാങ്ങി നിൽക്കുകയാണ്. 19-ാം നൂറ്റാണ്ട് പകുതിയും ചെന്നിരിക്കുന്നു. മനോഹരമായ അർത്ഥനഗ്നതയുടെ കാലഘട്ടം. വാളെടുത്തവൻ വാളാലും അതെടുക്കാത്തവൻ വെറുതെയും കൊന്നും ചത്തും തിന്നും കൊണ്ടിരുന്ന കാലം. കോട്ടയ്ക്കകത്ത് ഇപ്പോൾ ഭരണം നടത്തുന്നത് തുക്കിടി സായിപ്പാണ്. വിക്ടോറിയ മഹാറാണി തിരുമനസിലെ പ്രതിപുരുഷൻ. 63 വർഷം മുമ്പ് ടിപ്പു സുൽത്താൻ ദർബാർ നടത്തിയ ഹാളിൽ തുക്കിടി കച്ചേരി നടത്തുന്നു. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇവിടെ ഇന്ത്യക്കാരൻ തുക്കിടി കച്ചേരി നടത്തുകയായിരിക്കും. അത് വേറൊരു കഥ. 21-ാം നൂറ്റാണ്ടിൽ ഖണ്ഡശ പറയേണ്ടുന്ന കാര്യം. സായിപ്പിന്റെ സാമ്രാജ്യം കോട്ടയ്ക്ക് പുറത്ത് 4 ഭാഗവും വ്യാപിച്ചു കിടന്നു. വിപുലമായ ഭൂവിഭാഗം. നോക്കിയാൽ എത്തുകയില്ല. കണ്ണുകൾ പേടിച്ച് പിന്മടങ്ങും. രാജ്യത്തിന്റെ അതിർത്തി വടക്ക് വമ്മലയും തെക്ക് തെമ്മലയും കിഴക്ക് കിമ്മലയും പടിഞ്ഞാറ് പമ്മലയുമാണെന്ന് ഐതിഹ്യമുണ്ട്. മലകൾ നേരിൽ കണ്ടവരില്ല. സായിപ്പ് കൂടിയും. അത്രയും ദൂരെയാണവ. എന്നു പറഞ്ഞാൽ അവിടെ നിന്നങ്ങോട്ടു പിന്നെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമില്ലത്രേ. അത്രയും ദൂരെയാണ് സംഭവവികാസങ്ങൾ. മലകൾ. കാന്താരങ്ങളിൽ അനന്തനും അലമേലുമംഗമകൻ ആദിശേഷൻ അയ്യങ്കാരും നിദ്ര കൊള്ളുന്നു എന്നാണ് പുരാണം. ഇതിന്റെ പ്രതിയും ഇപ്പോൾ കിട്ടാനില്ല. മലകൾ മുട്ടി ആകാശം പോലത്തെ ഒരു രാക്ഷസി കണക്ക് തുക്കിടിയുടെ രാജ്യം കുടികൊണ്ടു. നെൽപ്പാടങ്ങൾ, കരിമ്പനക്കാടുകൾ, ഓലമേഞ്ഞ 4, 8, 16, 32 കെട്ടുകൾ, കാട്ടാറുകൾ, നേർവരയിലിറങ്ങി പാതാളത്തോളം ചെല്ലുന്ന അത്യഗാധ ഗർത്തങ്ങൾ, കൃഷ്ണമൃഗങ്ങൾ, ഹിംസ്രജന്തുക്കൾ, കോൺഗ്രസുകാർ, അധികാരിമാർ, കോൾക്കാർ, അരതാമരയുള്ള അതിസുന്ദരിമാർ, താസിൽദാർമാർ, കുടുമയും കടുക്കനും ഭയവും കോണകവുമണിഞ്ഞ വീരനായകന്മാർ എന്നിവറ്റയാൽ അനുഗ്രഹീതമായിരുന്നു പുരാണപ്രദേശം. രാജ്യം അംശങ്ങളിൽ വ്യാപിച്ചു കിടന്നു. അംശം ഭരിച്ചിരുന്നത് അധികാരിയാണ്. തുക്കിടിയുടെ നാടൻ പ്രതിപുരുഷൻ. ഇവൻ ആയിടയ്ക്ക് ജനിച്ച ജീവിയും അപ്രധാനനുമാകുന്നു. ചരിത്രം പറയുകയാണെങ്കിൽ ഹൈദരും ടിപ്പുവും രാജ്യം കൈയടക്കുന്നതിനു മുമ്പ് ഭരണാധികാരികൾ പരസഹസ്രം കുട്ടിരാജാക്കന്മാരായിരുന്നു. ചത്തും കൊന്നും അടക്കിക്കൊള്ളുവാൻ ചേരമാൻ പെരുമാൾ മുദ്രവച്ച് ഒപ്പിട്ട കൽപ്പനയായിരുന്നു എല്ലാവർക്കും. കൂട്ടമായും ഒറ്റയ്ക്കും അവർ നാടിന് കുറുകെ ഓടി നടന്നു. കൊല്ലിനും കൊലയ്ക്കും അവർക്കുണ്ടായിരുന്ന അധികാരം ഹൈദർ വരുമ്പോൾ ഓണക്കാലത്ത് മുന്തിയ ഒരു നേന്ത്രക്കുലയിൽ മാത്രമായി കുറുകി നിന്നു. എങ്കിലും അവരെക്കുറിച്ച് വീരഗാഥകളുണ്ടായി. വർഗം ഭക്ഷണപ്രിയമായിരുന്നതുകൊണ്ട് അമിത ഭക്ഷണം മൂലം അജീർണം പിടിച്ച് വീരസ്വർഗമടഞ്ഞവരെക്കുറിച്ച് പ്രത്യേകിച്ചും. നീളത്തിൽ തുടരൻ കഥകളെ വെല്ലുന്ന ഗാഥകൾ. ഒറ്റയിരിപ്പിൽ പാടിത്തീർക്കാൻ പ്രയാസമായിരുന്നതുകൊണ്ട് ജനം ഇവയെ പല ലക്കങ്ങളിലായി പാടി. അപ്പോളാണ് മൈസൂർ വ്യാഘ്രം Sample complete. Ready to continue?